അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഈ വചനമാണ് നാം കേട്ടത്. ശ്രദ്ധിക്കാം. ഈശോ നൽകുന്ന വചനഭാഗത്തില് പ്രത്യേകമായിട്ട് ഈശോ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ആരാണ് ഒരു മനുഷ്യന് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഒത്തിരിയേറെ വചനഭാഗങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഞാനാണ് എന്നെ സഹായിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും. ഇന്നലെയും നമ്മള് നീ അറിയും എന്ന് പറയുന്ന 49:23. അപ്പോൾ നീ അറിയും. എങ്ങനെയാണ് നിന്റെ ജീവിതത്തില് ഞാൻ പ്രവർത്തിക്കും. ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അറിയുവാനായിട്ട്, അതായത് ഒരു വ്യക്തിയല്ല പറയുന്നത്, ഒരു ശക്തി, എല്ലാത്തിന്റെയും ശക്തിയായ ദൈവമാണ് പറയുന്നത്. അപ്പോ ദൈവം ആരാണെന്ന് അറിയുവാനായിട്ട് പലരുടെയും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ അനുഭവങ്ങൾ വെച്ച് ജീവിതത്തെ ദൈവകൃപയോട് ഐക്യപ്പെടുത്തുവാനായിട്ട് മനുഷ്യർക്ക് ഭയങ്കരമായ ഒരു സ്ഥിരതയില്ല. ഇപ്പൊ നമുക്കൊരു അനുഗ്രഹം കിട്ടി, ഒരു മാരകമായ രോഗം വന്നു പിടിപെട്ടു, അല്ലെങ്കിൽ വലിയൊരു അപകടം വന്നു പിടിപെട്ടു. പക്ഷെ അവിടെ നിന്നൊക്കെ നമുക്ക് സൗഖ്യം കിട്ടി രക്ഷപ്പെട്ട് ഇങ്ങോട്ട് കടന്നു പോകാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും? അല്ലെങ്കിൽ ദൈവമാണ് എന്നെ സഹായിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവം എന്നോട് കാണിച്ച കരുണയ്ക്ക് നന്ദിയായിട്ട് ഈ ജീവിതം മുഴുവനും ഞാൻ ദൈവത്തിന് കടപ്പെട്ടതാണെന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് എത്ര പേർക്ക് എത്ര നാളുണ്ടാവാറുണ്ട് അല്ലെ? വളരെ ഈ ലോകത്തിൽ വളരെ ശരിക്കും അത് നമ്മൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനിയുള്ള ജീവിതം മുഴുവനും ദൈവത്തിനു വേണ്ടിയുള്ളതായിരിക്കണമെന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷെ ന്യൂ ഇയറിന് എടുക്കുന്ന തീരുമാനം പോലെ ആയിപ്പോവും അല്ലേ? നമ്മള് ഈ വർഷം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ തീരുമാനമൊക്കെ എടുക്കും. പക്ഷെ തീരുമാനങ്ങൾ ആദ്യത്തെ ചിലപ്പോ ഒരു 1-2 മാസമൊക്കെ ആ തീരുമാനത്തില് നല്ല ഉറപ്പും നല്ല സ്നേഹവും തീഷ്ണതയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങോട്ട് അത് ലൈഫ് കൂടുന്തോറും ഈ തീഷ്ണത കുറഞ്ഞു വരും അല്ലേ? മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ പക്ഷെ ദൈവം ദൈവം പറയണത് മരണം വരെ നീ വിശ്വസ്തയായിരിക്കുക. ഇന്നലെ ഞാന് ഒരു സിനിമ കണ്ടു. സത്യം പറഞ്ഞാ എനിക്ക് സിനിമ കാണാൻ പോകാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല. ഇവിടെ വീട്ടിൽ ആരും ഉണ്ടായില്ല. അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല. പക്ഷെ ഞാനിത് നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ കാര്യം, മനുഷ്യനെ എത്രമാത്രം ദൈവം കരുണ കാണിക്കുന്നു എന്ന് ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമ. പുതിയ പിള്ളേരുടെ യുവജനങ്ങളുടെ സിനിമയാണ്. അടിച്ചുപൊളിക്കാരുടെ പിള്ളേരുടെ സിനിമയാണ്. പക്ഷെ വലിയ സംഭവം, വലിയ കഥയൊന്നും പറയാൻ പറ്റില്ല. കാരണം പക്ഷെ അതിലൊരു ലോകത്തോട് പറയുന്ന, അല്ലെങ്കിൽ പാരന്റ്സിനോട് പറയുന്ന, അല്ലെങ്കിൽ യുവജനങ്ങളോട് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട് അതിൽ. അത് ഒരു ജീവിതം, റിയൽ ആയിട്ട് സംഭവിച്ചൊരു ജീവിതമാണ്.
അത് കണ്ടിട്ട് എനിക്ക് ഇന്റർവെൽ തന്നെ ഞാൻ ഇറങ്ങി ഓടാൻ പോണ പോലെയായിരുന്നു. എന്നെ എങ്ങനെയെങ്കിലും ഞാൻ പുറത്തിരുന്നോളാം, എനിക്ക് കാണാം, എനിക്ക് നെഞ്ചുവേദന എടുത്തിട്ട് പറ്റണില്ല. ഞാൻ ഭയങ്കരമായ ഹൃദയവേദന കൊണ്ട് എനിക്ക് ഇരിക്കാനും പറ്റണില്ല, ഓടാനും പറ്റണില്ല. ഞാൻ ശരിക്കും പറഞ്ഞ തിയേറ്റർ എന്റെ നേരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തിന് ഭയങ്കര വേദനയാണ്. കാരണം മനുഷ്യര് എത്ര വചനം പറയുന്നില്ല, തെന്നുന്ന പാറയിലാണ് നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയാണ്. കാരണം നോക്കി നിൽക്കെ ഒരു ചെറിയ കുഴിയിലോട്ട് അങ്ങോട്ട് വീണത് വലിയൊരു ഭീകരമായ, അതിൽ പറയണത് ഡെവിൾ കിച്ചൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അങ്ങനത്തെ ഒരു കുഴിയാണ്. അങ്ങനത്തെ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞാൽ 50 പേരോളം അതിലോട്ട് വീണിട്ടുണ്ട്. ഇന്ന് വരെ ആരെയും രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ല. മിനിസ്ട്രിയുടെ മകൻ വരെ, കേന്ദ്രമന്ത്രിയുടെ മകൻ വരെ അതിൽ വീണിട്ടുണ്ട്. അതിസാഹസികത കാണിച്ച് പിള്ളേരുടെ ആ ഒരു എന്താണ് ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ അവർക്ക്, അവരുടെ ഒരു എനർജി ലെവല് സാധാരണ മനുഷ്യരെക്കാൾ കുറച്ചും കൂടി ഉയർന്നതാണ്. അപ്പൊ ആ ലെവലിൽ നിന്ന് അവര് അടിച്ചു പൊളിച്ച് ആവേശം കാണിച്ച് ആവേശം മൂത്ത് ഓടി പോയി. അവസാനം ഡേഞ്ചർ എന്ന് പറയുന്ന സ്ഥലമൊക്കെ അവർ ചാടിക്കടക്കും. അപായം എന്ന് എഴുതി വെച്ചേക്കാൻ അങ്ങോട്ട് ചെല്ലരുത്, അടച്ചിട്ടേക്കണേ, അത് ചാടിക്കടന്ന് കയറിപ്പോവും. അപ്പോ എന്താണ് അനുസരണക്കേടിന്റെ, നമ്മളിപ്പോ ഒരു സ്ഥലത്തൊക്കെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചേ, പിന്നെ അതൊന്നും പ്രശ്നമില്ല, ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചാടിപ്പോവും. അതിപ്പോ എന്ത് ചെറുതായാലും വലുതായാലും അനുസരണക്കേട് തന്നെ. അപ്പോ അവിടെ ബലപ്പെടുന്നത് ആരുടെ ആത്മാവാണ്? സാത്താന്റെ ആത്മാവാണ്. കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അനുസരിക്കാതെ കടന്നു പോകുന്നു. പിന്നെ അവന്റെ ആത്മാവിന്റെ ഉടമസ്ഥൻ പിശാചായിരിക്കും. അതിപ്പോ അത് ഏത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അനുസരിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും എന്ന് പറയുന്നത്. അതുപോലെ അനുസരിക്കുന്നത് എന്തിന് ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടിയാണ് ദൈവത്തിന് കൊടുക്കുന്ന ബലി, അല്ലെ? പക്ഷെ അതിനേക്കാൾ വലുതും ഉന്നതവുമായ ഒരു അനുഗ്രഹ പുണ്യമാണ് അനുസരിക്കുക എന്നുള്ളത്. അപ്പൊ അത് സാധിക്കാതെ മുമ്പോട്ട് പോകുന്നവന്റെ ജീവിതം മാരകമായ അപകടം അവനെ ഫോളോ ചെയ്യും. നമുക്കറിയാം, നമ്മളുടെ പുറകെ നമ്മുടെ നിഴലുണ്ട്, അല്ലെ? നിഴലില്ല? നമ്മള് നടക്കുമ്പോ നമ്മുടെ നിഴല് ഒരു നിഴലേ ഉണ്ടാവുള്ളൂ. പക്ഷെ രണ്ടാമതൊരു നിഴല് കണ്ട് നമുക്ക് എന്തുണ്ടാവും? നല്ല പേടിയുണ്ടാവും, അല്ലെ? പക്ഷെ ആ നിഴല് നമ്മളെ കാണിക്കാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മുടെ കൂടെ വേറെ ഒരാളുണ്ടെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കണത്? മാരകമായ അപകടങ്ങളാണ്. ശരിക്കും എനിക്ക് പേടിയല്ല, അത് കണ്ടിട്ട് എനിക്ക് പേടിയല്ല തോന്നണത്. ഒരു മനുഷ്യന്റെ എന്താണ് ദാരുണമായ ആത്മാവിന്റെ അവസ്ഥ അത്. എന്നിട്ട് ഇത് ശരിക്കും മഞ്ഞുമ്മല് നടന്ന സംഭവമാണ്. 2008 നടന്ന സംഭവമാണ്. ഒരു 5-8 പിള്ളേര്, 6-8 പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു 10, 23, 20 അങ്ങനത്തെ ഏജുള്ള പിള്ളേരെല്ലാരും കൂടി പോയതാണ് കൊടൈക്കനാലിന്റെ. അങ്ങനെ പോയ സംഭവമാണ്, റിയൽ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ആ കുഴിയിൽ നിന്നും ആ കൊച്ചിനെ, ആ യുവാവിനെ രക്ഷിച്ചു എന്നുള്ളതാണ്. ഞാൻ പറയണത് മഞ്ഞുമല്ല ഒരു അമ്മയുണ്ടല്ലോ നമുക്ക്, ആ അമ്മയുടെ മടിയിൽ നിന്നും പിശാചിനെ, അതായത് കർമ്മല മാതാവുമാണ്. മഞ്ഞുമല മാതാവ് എന്ന് പറഞ്ഞാൽ കർമ്മല മാതാവിന്റെ പള്ളിയും കൂടിയാണ്. അപ്പോ അമ്മ ശരിക്കും ആ ദേശത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു അനുഗ്രഹം. അല്ലെങ്കിൽ 50 പേരോളം പോയി, ഒരുപാട് മനുഷ്യർ, ഇന്ന് ഒരാളെ പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കെണിയാണ്, ഒരു വലിയ ഒരു കുഴിയാണ്. 600 അല്ല, അതിൽ കൂടുതൽ അടി താഴ്ചയുണ്ട്. അതായത് താഴ്ച ഈ ഭൂമിയിൽ നിന്നും
എന്താ അളവ് എനിക്ക് കൃത്യമായിട്ട് പറയാം, 500 അടിയേക്കാൾ 600 അടിയോ അതേ കൂടുതല് 900 അടിയേറ്റെന്ന് തോന്നുന്നു, എന്തോ ഒരു പറയുന്നുണ്ട്. അത്രയും അളവ് കീഴ്പോട്ട് താഴത്തേക്ക് കുഴിയായിട്ട് കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഈ അങ്ങനത്തെ ഒരു സ്ഥലമാണത്. ആ കുഴിയാണ്, അങ്ങോട്ട് പോകരുത്. അവിടെ ഒരു സിനിമയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് ഈ സ്ഥലത്തിന്റെ ഭീകരത മനസ്സിലായിട്ട് അതിന്റെ വാർത്തയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എന്നിട്ട് രക്ഷിച്ചു, ഈ ചെറുക്കനെ രക്ഷിച്ചു. അതിന് 2010 എന്താ നമ്മുടെ മുഖ്യമന്ത്രി അച്യുതാനന്ദ മേനോൻ ആയിരുന്നപ്പോ സമയത്ത് അവാർഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഞാന് പിന്നെ ആലോചിക്കുകയാണ്, ഈ വ്യക്തി നീ അറിയും എന്ന് പറയുന്നുണ്ടല്ലോ, നീ അറിയും. ശരിക്കും അവൻ അറിഞ്ഞിട്ടുണ്ടാവും ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ. അവന് കണ്ണ് അടക്കാൻ പറ്റണില്ല. സാധാരണ നമുക്ക് ഉറങ്ങുമ്പോ കണ്ണടക്കണമല്ലോ, പക്ഷെ അവന് കണ്ണടക്കാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവന്റെ ലൈഫ് പോയി. അവനെ രക്ഷിക്കാനായിട്ട് ഫയർഫോഴ്സിന് പോലും ഭയമാണ്. അവസാനം അവന്റെ കൂട്ടുകാരനാണ് ഇറങ്ങി അവനെ രക്ഷിച്ചത്. അതായത് സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് അവന്റെ രക്ഷ ലഭിച്ചത്. അതായത് ഒരു മനുഷ്യനും അവിടെ ഇറങ്ങാൻ പറ്റാത്ത ഒരു കുഴി, അതായത് വെച്ചാൽ ഡെവിൾ കിച്ചൺ എന്നാണ് അതിന്റെ പേര്. ശരിക്കും ഡെവിൾ കിച്ചണ്, പിശാചിന്റെ അടുക്കള എന്നാണ് പറയുന്നത്. ശരിക്കും അത് കാണാൻ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ഒരു ആത്മാവിന്റെ ഒരു ദുരന്തം, അതായത് അങ്ങേയറ്റത്ത് പോയി തിരിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മളിപ്പോ കുഴിയിലോ ഒന്നും വീഴണ്ട, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ മതി. ഇതിനേക്കാൾ താഴ്ചയുള്ള കുഴിയിലേക്കാണ് നമ്മൾ ചാടി വീഴുന്നത്, അല്ലേ? നമ്മളൊരു കുഴിയിൽ ചെന്ന് വീഴണ്ട, നമ്മളൊരു കെണിയിലും ചെന്ന് വീഴണ്ട. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച നമ്മൾ 1000 അടി താഴ്ചയുള്ള, 1000 അല്ല അതിൽ കൂടുതൽ അളവും താഴ്ചയുള്ള മാരകമായ, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത കെണിയിലായിരിക്കും നമ്മൾ വീഴുന്നത്, ജീവിക്കേണ്ടി വരുന്നത്. അപ്പോ ദൈവത്തിൽ നിന്ന് അകന്നുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യര് സങ്കല്പിക്കാൻ പറ്റാത്ത ദുഷ്ടാത്മാക്കൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവരാണ് പിന്നെ ആ ആത്മാവിനെ നയിക്കുന്നത് എന്ന് അത് മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ? പലവിധ ദുരന്തങ്ങളിലും ജീവിതാശുദ്ധിയിലും കപടതയിലും ദുഷ്ടതയിലും. ഈ ജോഷ് ടാക്ക് എന്നും പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഓരോ മനുഷ്യന്റെ ജീവിത ചരിത്രം, അതായത് ചെറിയ പിള്ളേരാണ് പറയണത്, വീട്ടിൽ നിന്ന് കിട്ടുന്ന മാരകമായ വേദനകള്, കുടുംബജീവിത ദാമ്പത്യ ബന്ധങ്ങളിൽ അനുഭവിച്ച ദുരന്ത കഥകൾ. ജോഷ് ടോക്ക് എന്നും പറഞ്ഞിട്ട് ഭയങ്കര വിഷമമാണ് അത് കേൾക്കുമ്പോ. നമുക്ക് നമ്മളൊക്കെ വളരെ സ്വർഗത്തിൽ ജീവിച്ച പോലത്തെ ഒരു അവസ്ഥയാണ് അത് കേൾക്കുന്ന. ചെറിയ പിള്ളേര് പോലും അനുഭവിച്ച വേദന അവരെ, പക്ഷെ അതിജീവിത കഥയാണ് കേട്ടോ, അതിജീവിച്ച് കടന്നുപോയ കഥകളാണല്ല. അതിലൊരു പ്രത്യാശയുണ്ട്. ഇവർ ഇത്രയും സഹനങ്ങളിൽ കൂടി ആണെങ്കിൽ പോലും അവരതിനെ അതിജീവിച്ചു എന്നുള്ളൊരു കാര്യവും കൂടി ഉള്ളത് കൊണ്ടാണ് അവരത് മനുഷ്യരുടെ ഇടയിൽ അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെ അതിജീവിക്കുക എന്നത് ദൈവത്തിന്റെ വലിയൊരു കരുണയാണ്, സ്നേഹമാണ്. ഇത് അതിജീവിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിനെ സഹായിച്ച് ഈ ഒരു അവസ്ഥയിൽ നിന്നെ കരകയറ്റിയത് ദൈവത്തിന്റെ കരുണയാണെന്ന് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? വളരെ തുച്ഛമായ മനുഷ്യരാണ്, അല്ലെ? എത്ര രക്ഷപ്പെട്ടാലും രക്ഷപ്പെടുത്തിയ ആരാണെന്ന് ആരും തിരിഞ്ഞു നോക്കുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യാറില്ല. സ്വന്തം കഴിവുകൊണ്ട് രക്ഷപ്പെട്ട പോലെയാണ് മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ദൈവം ഇങ്ങനെ വ്യക്തിപരമായി നീ അറിയും എന്ന് വചനത്തില് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. നീ അറിയും, നീ അറിയും, നീ അറിയും. എങ്ങനെ അറിയും? വ്യക്തിപരമായി നീ അറിയും. മരണം മുഖത്ത് വന്ന് പതിക്കുമ്പോഴും നീ അതറിയും. ഞാനാണ് നിന്നെ സഹായിച്ചത്. ഒരു അറിവിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതാണ് ഈ സങ്കീർത്തനത്തിന്റെ സംരക്ഷണം എല്ലാം നമ്മള്, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ആയുസ് മുഴുവനും ധ്യാനിച്ചാലും തീരും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല. കാരണം ഓരോ വചനം, ഓരോ വാക്കും, ഓരോ ചെറിയൊരു നീ അറിയും എന്ന വാക്കാണ് ഇന്ന് എന്റെ ചങ്കിലി കുറിവെച്ചത്. കാരണം നീ അറിയും എന്ന് പറയുന്നത് അതറിയണം. ശക്തമായ ദൈവത്തെ സൃഷ്ടി അറിയുക എന്നതിനേക്ക് വലിയൊരു സംരക്ഷണം വേറെ ഇല്ല, അല്ലേ? നമുക്കത് ആ ഒരു പ്രത്യാശയോടുകൂടെ ആയിരിക്കും എല്ലാ മക്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം, നേരിപ്പിലേക്ക് വായിക്കാം. ചാറ്റിൽ വന്നിട്ടുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം
46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവത്തിന്റെ വാഗ്ദാനം അനുസരിച്ച് ദൈവം നമ്മളെ കൃപയോടെ വഴി നടത്തിക്കോളും. പക്ഷെ നമുക്ക് ദൈവമാണ് വഴി നടത്തുന്നത് എന്നുള്ള ഒരു അറിവോടുകൂടെ നയിക്കും. ഇന്നലെ തന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആത്മാവ് എന്ന് പറഞ്ഞാൽ വളരെ വിലയുള്ളതാണെന്ന് ഓരോ ദിവസവും ദൈവം പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരാള് പറയാണ്, തീയാണ് പൊള്ളും എന്ന് പറയാണ്. അപ്പൊ ചെറിയൊരു കുട്ടിയാണ്, തീയാണ് പൊള്ളും. എന്താണെന്നറിയോ? കൊച്ചുങ്ങൾക്ക് അറിയില്ല. കാരണം എന്താ, അവർക്ക് അത് ബോധവും ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യും കുട്ടികൾ എന്ത് ചെയ്യും? തീയെ കയറി പിടിക്കാൻ നോക്കും ഇല്ലേ? കാരണം അവർക്കൊരു പ്രകാശമാണ് അത്. അവർക്ക് അതൊരു ആകർഷണമുണ്ട്. എപ്പോഴും ഒരു ആകർഷണമുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. എന്താണ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, ചെയ്യാനുള്ള ഒരു ത്വര. അതിപ്പോ ഒരുവിധപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്. വലുതാവുന്നതനുസരിച്ച് കുറച്ചുകൂടി ബോധത്തോടുകൂടി അത് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ചെറുപ്പത്തിലെ നമ്മളോട് പറഞ്ഞു, നമുക്ക് അത്ര ഒന്നും ബോധമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് ചിലപ്പോ ചെയ്യും. കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് ചെയ്യും. എൻ്റെ മോന്റെ മറ്റൊരു ബ്രദർ പറഞ്ഞാണ്, ഇവനെ തീയിലും വെള്ളത്തിൽ നിന്നും സംരക്ഷണം നോക്കിക്കൊള്ളാം. ഇവന് തീയിലോ വെള്ളത്തിലോ നിന്ന് അപകടം വരാൻ സാധ്യതയുണ്ടെന്ന്. ഒരുപാട് അവസരങ്ങൾ അവന് ഈ ഒരു സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കടലിൽ പോയിട്ട് അവൻ കൈവിട്ടു പോയതാ. തിര അടിച്ച് വലിയൊരു തിര വന്ന് അടിച്ചിട്ട് അവൻ കൈവിട്ടു പോയിട്ട് ഞാൻ അന്നേരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കണായിരുന്നു. കാരണം ഞാനിങ്ങനെ നോക്കുമ്പോ കടൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ഞാനിങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് എന്റെ മനസ്സിലേക്ക് വന്നു. ഞാനത് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വലിയൊരു തിര വന്ന് നിൽക്കണത്. വലിയ തിര വന്ന് ഞാൻ അടിച്ച് മറിഞ്ഞും കെട്ടി വീണു. അവസാനം ഞാൻ നോക്കുമ്പോ കൊച്ചു കൈവിട്ട് പോണത് മാത്രമേ കാണുന്നുള്ളൂ. എന്റെ കൈയും കാലും വിറച്ചിട്ട് ഒരു രക്ഷയില്ല. പക്ഷെ തൊട്ട് മുമ്പ് വരെ ഞാൻ ദൈവത്തെ നോക്കിക്കൊണ്ട് സ്തുതിച്ചിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കർത്താവ് എന്നെ കൈവിട്ടില്ല. ഞാൻ ഇന്ന് എന്റെ സകല ഇതും എന്റെ നാഡീ ഞരമ്പുകളൊക്കെ മരവിച്ചു പോയ പോലെ പോയി. കാരണം ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട് സംഭവിച്ച കാര്യം നമുക്ക് എന്ത് സംഭവിക്കാം. കാരണം കടലാണ്, എങ്ങോട്ട് പോയാലും നമുക്ക് തപ്പിപ്പിടിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെയാണ്. അപ്പോ എന്തും എപ്പോ വേണമെങ്കിൽ നമുക്ക് സംഭവിക്കാം. അതുപോലെ അതായത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഇന്നത് നനച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ദൈവം ഓൾറെഡി തരുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ അവഗണിച്ച് അതിനെ വില കുറഞ്ഞ ചിന്തയോടുകൂടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അനുസരണ കൂടി ചെയ്യൽ അപായമാണ്. അപ്പൊ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അപായം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപായം ഉള്ളത് കൊണ്ടാണ് അപായം എന്ന് എഴുതി വെക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോകരുത്, കടക്കരുത്, അവിടെ അപകടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മാവിന്റെ അവസ്ഥയിലും പല മേഖലകളിലും കടക്കുന്നു. ഇന്നലെ ഞാൻ ഇങ്ങനെ പോയപ്പോ ഞാൻ കർത്താവിനോട് ചോദിച്ചു, പോയപ്പോ കർത്താവ് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, ഞാനിവിടെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പോ അതുകൊണ്ട് എനിക്ക് ഒരു മനസ്സിനാണെങ്കിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ല. എന്തോ ഒരു മരവിച്ചൊരവസ്ഥ. അപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവൂല എന്നുള്ള ഒരു ഇതുകൊണ്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 10-12 വർഷത്തിന് മുമ്പാണ് ഞാൻ തിയേറ്ററിലൊക്കെ പോവുകയാണ്. ഇപ്പോഴൊന്നും ഈ അടുത്തൊന്നും പോയിട്ടേ ഇല്ല. പിന്നെ പോയത് മറ്റേ സിസ്റ്ററിന്റെ ഒരു സിനിമ കാണാനാണ്.
അപ്പൊ ഞാന് അതിനോട് ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ മൂത്ത മോൻ ഈ സിനിമ കണ്ടപ്പോ എന്നോട് പറഞ്ഞത് നല്ല സിനിമയാണ്, കാണണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് കഥയെന്ന് ഞാൻ എന്നോട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് ഇവൻ പറയണില്ല. എന്തായാലും നമ്മ കാണാൻ പോണേല്ല, നമ്മ പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് പിള്ളേരുടെ സിനിമയല്ലേ, അപ്പം എന്തായാലും കോമഡി ഒക്കെ ആയിരിക്കാം, അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വിചാരിച്ചില്ല. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മന്ത്രവാദികളെ ശകുനക്കാരെ സമീപിച്ച് അശുദ്ധരാകരുത് എന്നൊരു വചനം പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പോകാൻ പാടില്ല എന്നുള്ള കാര്യം. പക്ഷെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എന്റേതായ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ച് ഞാൻ അങ്ങനെ പോയി. പക്ഷെ പോയ ആ സമയം മുതൽ എന്റെ മനസ്സിൽ ഭയങ്കര ഒരു ഹൃദയഭാരം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കർത്താവിനോട് വേറൊരു വചനോട് എനിക്ക് തന്നായിരുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു, എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും ഞാൻ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2 വചനം ഇങ്ങനെ അത് കിട്ടിയതുകൊണ്ട് ദൈവം എന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. ഞാൻ സിനിമ പകുതി മുക്കാലും ഞാൻ കണ്ണടച്ച് വെച്ച് ചെവിയില് കൈയും കുത്തി വെച്ചിട്ടൊക്കെയാണ് ഇരുന്നത്. എനിക്ക് ശബ്ദവും കേൾക്കണ്ട. അതിനിടയ്ക്ക് എന്റെ ഫോണിൽ എന്റെ കർത്താവിന്റെ ഫോട്ടോയാണ് വാൾപേപ്പർ ആയിട്ട് ഇട്ടേക്കുന്നത്. ഞാൻ അതും നോക്കിയൊക്കെ ഇരുന്നൊക്കെയാണ് സിനിമ സമയം കഴിച്ചു കൂട്ടിയത്. പക്ഷെ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു ആത്മാവിന്റെ ഒരു ഭീകരത മനുഷ്യൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു ജീവൻ എത്രത്തോളം വിലയുള്ളതാണെന്ന്, അതുപോലെ ആ ജീവനെ മനുഷ്യന് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല, രക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവം കരുണ കാണിക്കാതെ ആ മനുഷ്യന്റെ ജീവിതത്തില് ദൈവത്തിന്റെ വാഗ്ദാനം കടന്നു പോകില്ല. അപ്പോ ഇവന്റെ ഈ പയ്യന്റെ അമ്മയാണെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. പക്ഷെ ആരുടെയൊക്കെയോ പ്രാർത്ഥന ഞാനപ്പോ ഓർക്കുകയാണ്, നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എല്ലാ മേഖലകളെയും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മള് സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓർമ്മയിലേക്ക് ദൈവം തരുന്ന ഓർമ്മകൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനകളൊന്നും നമുക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും, മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയും, മറ്റുള്ളവരുടെ ദൈവകൃപയുടെ അനുഗ്രഹ ജീവിതത്തിന് വേണ്ടിയാ. അത് നമുക്ക് എന്താ ബെനിഫിറ്റ്? നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താ ബെനിഫിറ്റ്? നമുക്കും ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ദൈവം കേൾക്കും. നമ്മള് ചില സമയങ്ങളില് നമ്മളുടെ പ്രാർത്ഥന അനിവാര്യമാണ്. ഈ ലോകത്തിൽ പലയിടങ്ങളിലും ചില സമയങ്ങളില്, ചില ദേശങ്ങളിൽ, ചില കുടുംബങ്ങളില് നമ്മുടെ പ്രാർത്ഥന കർത്താവ് ആ സമയങ്ങളിൽ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ നിഴല് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ പിശാചും ദൈവവും നമ്മുടെ കൂടെ നടക്കുവാൻ നമ്മൾ അനുവദിക്കുന്ന അവസ്ഥയുണ്ടല്ലേ. നമുക്ക് ആത്മാവ് നല്ലതാണ്. ഈ ശരീരം എന്തിനോടാണ് കൂടുതൽ അനുഭാവമായിട്ട് നിൽക്കുന്നത്? ലോകത്തോടാണ് അല്ലേ, ലോകാരൂപിയോടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ സിനിമ കാണാൻ പോകുന്നത് പാപമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാനിങ്ങനെ മനസ്സിൽ വിഷമിച്ചത്, കർത്താവേ നോമ്പ് കാലത്ത് സിനിമ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്നത് ഭയങ്കര ഉള്ളുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എന്നെ എന്തോ ഒരു, പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ മേഖലകളൊക്കെ നമ്മൾ ഓർക്കണം. ഈ ലോകത്ത് നടക്കുന്ന ദുരൂഹതയുടെ ദുരാത്മാക്കളും, അതുപോലെ അങ്ങനെയുള്ള മരണങ്ങളും, അതുപോലെ സാഹചര്യങ്ങളും, അങ്ങനെ വരുത്തി വെക്കുന്ന വിനകളും, ഈ പോണ പിള്ളേര് എന്ന് വെച്ചാൽ ഒരു ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോനായിരുന്നു. അപ്പോഴാണ് ഒരുത്തൻ പറയുന്നത്, ഇതിനേക്കാൾ ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട്, നമ്മൾ അവിടെയും കൂടി പോകും, അതാണ് ശരിക്കും കാണേണ്ട സ്ഥലം എന്ന് പറഞ്ഞത്. അവരങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇതുപോലെ ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ നടക്കുന്നു, കാണുന്നു. പക്ഷെ ഇവര് പോകുന്ന വഴി ഈ കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന, അപ്പൊ അവർ കാണുന്നവർക്ക് മതിയാവണില്ല. ഇതിനേക്കാൾ ഭംഗിയാണ് അവിടെ, അതിനേക്കാൾ ഭംഗിയാണ് അവിടെയാണ് ശരിക്കും കാണാനുള്ളതെന്നൊക്കെ പറഞ്ഞ് പോകുന്നത് ഒരു മരണക്കെണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന്റെ ഒരു കരുണ കൊണ്ടാണ് അവര് അത്രയും രക്ഷപ്പെട്ടത്. ശരിക്കും നടന്നൊരു സംഭവമാണ്. അതവര് സിനിമയാക്കി മാറ്റി. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതിന്റെ കാര്യം, ദൈവത്തിന്റെ കരുണയുടെ വാഗ്ദാനമാണ് നമ്മളെ താങ്ങി നിർത്തുന്നതും സംരക്ഷിക്കുന്നതും. അതിന് ഈ അമ്മയുടെ കരച്ചില്, സ്വർഗത്തിൽ അമ്മയിരുന്ന് കരയുന്ന കണ്ണുനീര്, ഈ ഭൂമിയിലെ മക്കൾ ശരിക്കും പറഞ്ഞ എനിക്ക് ഒരിക്കലും അറിയാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യന്റെ ഹൃദയങ്ങളെ ലോകം അടക്കി ഭരിക്കുകയാണ്.
ലോകം അടക്കി ഭരിച്ചു ചെയ്യുന്നോണ്ടാണ് ഭീകരമായി. എന്നിട്ടും ഈ അമ്മയുടെ കരച്ചില് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് അത്രയും 50 പേരോളം ആ കുഴിയിൽ വീണിട്ട് കിട്ടിയിട്ടില്ല. അവര് പറയണത് വെച്ചാല് തിരിച്ചു പൊയ്ക്കോ, നിങ്ങൾ തിരിച്ചു പൊയ്ക്കോ എന്ന് പറയുന്നത്. കാരണം അതൊരു ഒരു ഈവിൽ സ്പിരിറ്റിന്റെ ഒരു സ്ഥലവും കൂടിയാണ്. പിന്നെ മാത്രമല്ല, രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത് നിശ്ചയിക്കാം. അവരെന്നെ കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കണം. അത് അവിടെ പോയത് എന്തിനാന്നും പറഞ്ഞിട്ട് പോലീസുകാരെ വിളിച്ച് നല്ല കീറൊക്കെ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാല് നമ്മൾ പോകുന്ന വഴികള്, നമ്മൾ പോകുന്ന ജീവിതങ്ങള്, കുടുംബങ്ങള് പലതും വളരെ തെന്നുന്ന അവസ്ഥയിൽ എപ്പോ വേണമെങ്കിലും വീഴാം. നമ്മുടെ ജീവിത മേഖലകളിൽ ഇപ്പൊ ഒരു രോഗം വന്നു, ഒരു റിസൾട്ട് വന്ന് ഒരു രോഗത്തിന്റെ നിർണയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭീകരമായി. ചിലപ്പോൾ രോഗം നിർണയിച്ച് റിസൾട്ട് പോസിറ്റീവ് നമുക്ക് അനുകൂലമാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ ആത്മാവിന്റെ ഹൃദയഭാരം വളരെ, ചിലപ്പോ രോഗമൊന്നും ഇല്ലാന്നായിരിക്കാം റിസൾട്ട്, പക്ഷെ ഈ വ്യക്തി ഡിപ്രഷൻ കൂടി ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ വലിയൊരു മാരകാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മരണത്തിലേക്കോ ദൂരം കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെ? അപ്പൊ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ദൈവം അനുവദിക്കുന്നത് തന്നെ വലിയൊരു കരുണയാണ്. അതിനെ വെല്ലുവിളിച്ചും മത്സരിച്ചും ഈ ലോകത്ത് തീർക്കുക എന്ന് പറയുന്നത് പിശാചിന്റെ കയ്യിലെ വെറും കളിപ്പാട്ടങ്ങളായി നമ്മൾ മനുഷ്യർ മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, ശരിക്കും പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ദൈവം വെച്ച് നീട്ടുന്നതിന്റെ കാര്യം തന്നെ നമ്മളെ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാനുള്ളതല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ദുർമരണങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. നല്ലൊരു മരണം പോലും മനുഷ്യർക്ക് കിട്ടുന്നില്ല. അല്ലെ? കിട്ടുന്നുണ്ടോ? ഇല്ല. നല്ലൊരു മരണം കിട്ടുന്നില്ല. ഒരു മനുഷ്യന് നല്ലൊരു മരണം കിട്ടുന്നില്ല, പിന്നെ ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അല്ലെ? അത് നമ്മള് മരണത്തിന്റെ ഭീകരതയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും പ്രേഷ്യസ് ആണ്. കാരണം സ്വർഗത്തിന്റെ മുമ്പിൽ നമ്മള് വെയിറ്റ് ചെയ്യാനുള്ള സമയങ്ങളില് നമ്മുടെ കുറച്ച് പാപങ്ങൾ ഉണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ സാഹചര്യങ്ങൾ കർത്താവിന്റെ കരുണയാല് ശുദ്ധീകരണ അവസ്ഥയെങ്കിലും ഉണ്ട്. പക്ഷെ അവിടെ പോലും എത്തുന്നില്ല മനുഷ്യര്. അവിടെ പോലും എത്തുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ അവന്റെ അവസ്ഥ, അവന്റെ ആത്മാവിന്റെ ദുരന്തങ്ങളുടെ ഭീകരത പിശാചിന്റെ കയ്യില് മുറുകെ പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ആത്മാവിനെ അവൻ വിട്ടുതരില്ല. ജോഷുവ എന്ന പ്രധാന പുരോഹിതനെ വിട്ടുകൊടുക്കാഞ്ഞപ്പോഴും കർത്താവ് കരുണ കാണിച്ച് വീണ്ടെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ സ്നേഹിതനോടെന്ന പോലെ ദൈവം മോശ ദൈവത്തോടുമായിരുന്നിട്ട് പോലും മോശയുടെ ആത്മാവിനെ പിശാച് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും നീചമായ ജീവിതം നയിക്കുന്ന മനുഷ്യകുലത്തിന്റെ അധികാരം മുഴുവനും ആരുടെ കയ്യിലാണ്? പിശാചിന്റെ കയ്യിലാണ്. ഇതാ ലോകത്തിന്റെ അധികാരി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അവന്റെ അധീനതയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യർ നന്നായിട്ട് അധ്വാനിക്കണം. അതുകൊണ്ട് നമ്മളുടെ ജീവിത ആഗ്രഹങ്ങള്, ദൈവകൃപയുടെ ജീവിത മേഖലകളെ കുറിച്ചുള്ള കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ദുരന്തം, നമ്മുടെ വേദന, സങ്കടം, രോഗങ്ങള്, അപകടങ്ങള്, ദാരുണമായ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന, ചിലപ്പോ നമ്മുടെ പാരമ്പര്യങ്ങളിലെ കടന്നുപോയിട്ടുള്ള ദുരൂഹതയുടെ ദുരാത്മാക്കള് അവിടെ നിന്ന് വിട്ടുപോകണമെങ്കിൽ നമ്മളുടെ ശക്തമായ പ്രാർത്ഥനയുടെ, വിശുദ്ധമായ പ്രാർത്ഥനയുടെ, വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ മേഖലകളില് നമ്മൾക്ക് ഒരു ബലപ്രയോഗം ഇല്ലാതെ ഇതൊന്നും കടന്നു പോവില്ല. അപ്പോ നമ്മൾ അവരുടെ വേരുകളിലാണ് നമ്മൾ മുളച്ചു പൊങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ മുമ്പില് ശക്തമായ നിലപാടുണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും മാത്രം ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തോളൂ. നമുക്ക് ഇന്ന് ഈശോ നൽകുന്ന വചനഭാഗം തന്നെ സങ്കീർത്തനം 37:4. നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് അത് സാധിച്ചു തരും. എങ്ങനെ? ദൈവമായ കർത്താവ് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു. കർത്താവിൽ ആനന്ദിക്കണമെങ്കിൽ നമുക്കിവിടെ പറ്റുന്നില്ലല്ലോ. നമ്മൾ എങ്ങനെ ആനന്ദിക്കുന്നത്? ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള സ്നേഹവും ദൈവത്തിലുള്ള ഭയവും നമ്മളിൽ നിലനിൽക്കാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റില്ല. അപ്പൊ ഇതെന്ത് വേണം? ഇത് ആദ്യം നേടിയെടുക്കണം, അല്ലെ? വിശ്വാസം, സ്നേഹം, പിന്നെ ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. ദൈവം വളരെ നിസ്സാരക്കാരനല്ല.
ദൈവത്തിന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്യാൻ സാധിക്കും അല്ലെ. ദൈവം പക്ഷെ കരുണ കാണിച്ച് ചിലപ്പോ മക്കളെ പറയില്ലേ, അപ്പനാണ് മക്കളെ വഷളാക്കിയെന്ന് പറയില്ലേ. അവർക്ക് എന്തുകൊണ്ടാണ് വഷളാകാനായിട്ട് ഇടയ കൊടുക്കുന്നത്? സ്നേഹക്കൂടുതലുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് മക്കൾ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ചെയ്യുന്നില്ലേ? അതെ. ആ ഈ മിസ്യൂസിങ് മാത്രമായി ദൈവത്തിന്റെ കരുണ മിസ്യൂസ് ചെയ്യുന്ന ഒരു ഭീകരമായ ജനജീവിതമാണ് ഈ ലോകത്തില്, സഭയിലും സമൂഹത്തിലും എല്ലായിടത്തും അല്ലെ. ദൈവകൃപയെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് എന്തൊക്കെ വേണമെങ്കിലും ചെയ്തു കൂട്ടാം. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ എല്ലാ ഉത്തരവാദിത്വം നമുക്ക് മാത്രമുള്ളതാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഭീകരത നമുക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കുള്ളൂ. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാം. ദൈവഭയമില്ലാത്ത ജനതയെ നോക്കി കണ്ണുനീരൊഴുക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങള് എല്ലാം സാധിച്ചു തരും ദൈവം. എന്താ പറയാ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 പറഞ്ഞു, നിങ്ങൾ ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? അത് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ദൈവത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ കീഴിലാണ്. അതുകൊണ്ട് നമുക്ക് ദൈവഭയമുള്ള ഒരു ജനത ഉണ്ടാവട്ടെ. ദൈവഭയം ഉണ്ടെങ്കിൽ ദൈവവിശ്വാസം ഉണ്ടാവും. ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു ജീവിതങ്ങൾ ഓരോ കുടുംബത്തിൽ ഒരു വ്യക്തിയെങ്കിലും നിലനിന്ന് കഴിഞ്ഞാൽ അവന്റെ കണ്ണുനീര്, അവന്റെ പ്രാർത്ഥന, അവന്റെ വേദന എല്ലാം ആ കുടുംബത്തെ സഹായിക്കും. സഭയിലുണ്ടെങ്കിൽ അല്ലെ, എന്തോരം വിശുദ്ധരാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പേരിന്റെ കാരണഭൂതരായവര് നമ്മുടെ ഓരോ ദിവസത്തിന്റെയും എല്ലാ ദിവസവും എത്രയോ വിശുദ്ധരാണ് നമ്മുടെ ജീവിതങ്ങളിൽ. ഇന്നത്തെ വിശുദ്ധർ എന്ന് പറയുന്നത് 1-2 വിശുദ്ധരൊന്നല്ല സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുള്ളത്. അപ്പോ അത്രയും വിശുദ്ധരുടെ ജീവിതങ്ങൾ നമുക്ക് സപ്പോർട്ടുണ്ട്, മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി അമ്മയുടെ കണ്ണുനീര് നമുക്ക് മധ്യസ്ഥമാണ്. പക്ഷെ ഇതെല്ലാം എന്തിലേക്കാണ് ഫോക്കസ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിലേക്കാണ്. സൃഷ്ടി എപ്പോഴും സൃഷ്ടാവിലേക്ക് ഫോക്കസ് ചെയ്യാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവനെ പിന്തുടരുന്ന ദുഷ്ടാത്മാവ് അവനെ ഭീകരമായി, അവനെ ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധം അവന്റെ അധികാരത്തിലേക്ക് കൊണ്ടുപോകും. നമുക്കറിയാം, നമ്മുടെ മയക്കുമരുന്ന് മാഫിയയില് മക്കൾ പെട്ടുപോയാൽ, അതുപോലെ ബ്ലാക്ക് മാസില് അങ്ങനെയുള്ള സംഘത്തിലൊക്കെ പെട്ടുപോയി അവിടെ നിന്നൊക്കെ മക്കളെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് വിചാരിച്ച് നടക്കാത്ത കാര്യം അല്ലെ. ലവ് ജിഹാദികളിൽ പെട്ടുപോയാല് മക്കളെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നമ്മളിപ്പോ പറഞ്ഞ പോലെ 1000 അടിയേക്കാൾ ഭീകരമാണ് അങ്ങനെയുള്ള കെണികള് അല്ലെ. അതെ അതെ ആണോ? അവിടെ നിന്നൊക്കെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഭീകരമാണ്. ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാഹസികതയും കാണിച്ച് നമുക്ക് മക്കളെ അല്ലെങ്കിൽ ജീവിതങ്ങളെ തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള കെണികളിലൊക്കെ പെട്ടുപോയ മദ്യം, മയക്കുമരുന്ന്, അതുപോലെയുള്ള ജഡിക ലോബികള്, അങ്ങനെ എന്താണ് സാമ്പത്തികമായി ലാഭേച്ഛയോടുകൂടെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നവര്, കുഞ്ഞുങ്ങളെ മിസ്യൂസ് ചെയ്യുന്നവര്, അതുപോലെ അവയവ വിറ്റ് കാശുണ്ടാക്കുന്നവര്, നമുക്കറിയില്ല എന്തെല്ലാം. ഒരു ഹോസ്പിറ്റലിലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു ഡോക്ടറെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരാളെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത്. അപ്പോ നിയമങ്ങൾ നമുക്കെതിരാണ്. ഇപ്പൊ നമ്മള് വാദിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരു ചെറിയൊരു കേസായിരിക്കും, പക്ഷെ അത് ഭീകരമായ പ്രതിയാക്കി നമ്മളെ തന്നെ മാറ്റാനുള്ള നിയമങ്ങളാണ് ഇങ്ങനെ വളച്ചു കെട്ടി നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരും. അപ്പോ എന്താണ്, നമുക്ക് നമ്മുടെ ആശ്രയം, നമ്മളെ സഹായിക്കാൻ ദൈവം എപ്പോഴും റെഡിയാണ്. ദൈവത്തെ ആരും സഹായിക്കണ്ട, ദൈവം നമ്മളെയാണ് സഹായിക്കുന്നത്. പക്ഷെ അത് തിരിച്ചറിയാൻ ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ സ്നേഹിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ആത്മാവിന്റെ ഭൗതികതയുടെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ കൃപ നമുക്ക് നിലനിർത്താൻ സാധിക്കണം. ഇന്ന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയും. ഇന്ന് വരെ കിട്ടിയ ഈ ജീവിതത്തിന്റെ ആയുസ്സിൽ ഒരുപാട് നന്മകളുണ്ട്. പക്ഷെ നമുക്ക് ഇതിനൊന്നും നന്ദി പറയാനുള്ള ഒരു ഹൃദയം പോലും നമുക്ക് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഞാനിന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞാന്ന് വായിച്ചിനൊന്നും പറയില്ല. അപ്പൊ ഞാൻ എന്റെ ഉള്ളിലിരുന്ന് ഈശോ ഇങ്ങനെ പറയാണ്, നിനക്ക് വയ്യെങ്കിൽ ഞാൻ കുരിശിൽ കിടന്ന് വേദനിച്ച വേദനയോട് ചോക്കുമ്പോ നിന്റെ വയ്യാഴിക എന്തെങ്കിലും വയ്യാഴികയാണോ എന്ന് പറഞ്ഞിങ്ങനെ ഈശോ എന്നെ വളരെയധികം ഇങ്ങനെ എന്താണ് സ്നേഹം കൊണ്ട് ടോർച്ചർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോ ഞാൻ ഇന്നത്തെ പ്രാർത്ഥന, ഇന്നലെ മുതൽ എനിക്ക് ഭയങ്കരമായ നുണവേദനയായിരുന്നു.
പക്ഷെ ഈശോ ഈ സന്ദേശം നമ്മള് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മള് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ് ദൈവഭയമുള്ള മക്കൾ ഉണ്ടാവാനായിട്ട്. അത് ജാതി മതവും ഭേദം ഒന്നും നോക്കണ്ട, നമ്മുടെ കുടുംബങ്ങളെ നോക്കണ്ട, എല്ലാ സമൂഹത്തിലും ദൈവഭയം 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 ഇല്ലാന്നുണ്ടെങ്കിൽ മാരകമായ വിപത്ത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ദേശത്തും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ രാജ്യം നശിച്ച് നാമാവശേഷമാക്കുവാൻ സാധ്യമാക്കുന്ന ഒരു ഭീകരതയാണ് ദൈവഭയമില്ലാതെ പോകുന്ന പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ. കാരണം അവർ ദൈവത്തിന്റെ പ്രത്യേകമായ ജനതയാണ്. ഈ ജനത തന്നെ ദൈവഭയമില്ലാതെ ദൈവസ്നേഹമില്ലാതെ ദൈവത്തിനോട് മത്സരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയൊക്കെ കാര്യം എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഒരു വിളിയുണ്ട്, ദൈവം തെരഞ്ഞെടുത്തതിന്റെ ഒരു വിളി, അതനുസരിച്ചൊരു ജീവിത വിളി നമുക്ക് ശ്രദ്ധയോടുകൂടെ ദൈവകരുണയുടെ മുമ്പിൽ കണ്ണുനീരോടുകൂടെ മാപ്പ് ചോദിച്ച് നമ്മൾ വഴി വന്നിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിനെതിരായി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളോടും കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തെ ഞങ്ങൾ